രണ്ടുപേര് പെട്രോൾ കഴിഞ്ഞിട്ട് വഴിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ പോയി വിളിക്കാൻ പോവാണ്. അപ്പോൾ അതോടൊപ്പം ഒരു ബിഗ് സർപ്രൈസും കൂടി അതുകൂടി കാണാം. ഓക്കെ, കമോൺ. ഒന്ന് മാറ്റോ ദേഷ്യത്തിലുള്ള. ഹലോ, കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പോൾ പെട്രോൾ കഴിഞ്ഞ വണ്ടി അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് കാട്ടൂർ പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ മേടിക്കുകയാണ് കേട്ടോ. പെട്രോൾ മേടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവാണ്. പെട്രോൾ ഞങ്ങളവിടെ തൊട്ടടുത്തുള്ള ഈ ഒരു കടയിൽ കൊടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. പോകുന്ന വഴിക്ക് ഇവിടെ കുറേ ഫയർ വർക്ക്സ് ഒക്കെ കണ്ടു. പിന്നെ അവിടെ എന്താ ആന, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വഴിയിൽ ഞങ്ങൾ ബ്ലോക്കിൽ പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റിയിട്ടാണ്. തൊട്ട് മുമ്പിലാണ് ആനയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ സ്പോട്ടിലെത്തി. ഇതാണ് എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ഇക്കക്ക, ഇത് കുഞ്ഞനിയനും. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റുഡൻറ്റിനെ വിളിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ നേരം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഇവിടുന്ന് ഹോർലിക്സ് ഒക്കെ മേടിച്ചു. അപ്പോൾ സ്റ്റുഡൻറ്റിനെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് എൻ്റെ സ്റ്റുഡൻറ്റ്. 2 ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി ആൾ വന്നിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ പെട്രോൾ കൊടുത്തേൽപ്പിച്ച കടയിൽ നിന്ന് അത് വാങ്ങി തിരിച്ച് വന്ന് വണ്ടി ഇരിക്കുന്നിടത്ത് വന്നിട്ട് പെട്രോളൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പെട്രോൾ ഒഴിച്ചതിന് ശേഷം ഞാനും മോനും ഹമ്മദ് കൂടി എൻ്റെ വീട്ടിലോട്ട് പോയി. ഇക്ക നേരെ ഇക്കാടെ വീട്ടിലോട്ടും പോയിട്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഇക്ക ഞങ്ങൾ കാണാനായിട്ട് വന്നു. എന്നിട്ട് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പാർക്കിലോട്ട് പോവുകയാണ്. അപ്പോൾ പാർക്കിൽ വന്നിറങ്ങിയതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറെ കണ്ടു. അത് കഴിഞ്ഞ് വേറൊരു സ്റ്റുഡൻറ്റിനെ കണ്ടുട്ടോ, നെയ്മക്കുട്ടീനെ. അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നിട്ടുള്ളത് ധന ഫാമിലാണ്. സീഷോർ ഫാം എന്ന് പറയും കാക്കാത്തിരുത്തിയിലുള്ളത്. അപ്പോൾ രണ്ടാൾ നല്ല ഹാപ്പിയാണ്. കിട്ടിയ അവസരം നന്നായി മുതലാക്കി കേട്ടോ. അപ്പോൾ ഈ ഒരു ധന ഫാം ഈവനിങ് സ്പോട്ടാണ്. ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാറിന് പെർ ഹെഡ് 50 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് രണ്ടാളും അതിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അവിടെ തിരിച്ചു പോകുന്നു. നെക്സ്റ്റ് ഡേ രണ്ടാളും കൂടി തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അത് കഴിഞ്ഞിട്ട് ഇവർ ഡ്രോയിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവരുടെ ഫ്രീ ടൈമിൽ വീട്ടിലുള്ള ആക്ടിവിറ്റീസ്. എന്താ വരക്കണേ? അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ അവിടെ ഡെയിലി റൂട്ടീനൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഫുഡും കാര്യങ്ങളൊന്നും, ജസ്റ്റ് ഔട്ടിങ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോ എവിടെ എത്തിയത്? നമ്മളിപ്പോ എവിടെയാ? ചാമക്കാല ബീച്ച്. അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ബീച്ചാണ് ചാമക്കാല ബീച്ച്. അപ്പോൾ ഇങ്ങോട്ടാണ് ഞങ്ങൾ നെക്സ്റ്റ് ഡേ വന്നത്. രണ്ടാളും അപ്പോൾ ഇവിടെ നല്ലൊരു ബീച്ചാണ് കേട്ടോ. ഇവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ നല്ല രസമാണ്. അപ്പോൾ ബീച്ചിൽ കളിക്കുന്ന എല്ലാ ടോയ്സൊക്കെ എടുത്തിട്ടാണ് വന്നത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് 1-2 റീൽസൊക്കെ ചെയ്തു. പിന്നെ ഇവർ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കളിക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്, ഊഞ്ഞാലുണ്ട്. അങ്ങനെ നല്ലൊരു രസമുള്ളൊരു ബീച്ചാണ്. അപ്പോൾ ഇവിടെ പാർക്കിലൊക്കെ കളിച്ചു. നല്ല സൺസെറ്റൊക്കെ കുറച്ച് നേരം ഇരുന്ന് കണ്ടു. പിന്നെ ഇവിടെ തന്നെ ഞങ്ങൾ കുറച്ച് നേരം ഓടിയൊക്കെ കളിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ചു പോയത്. പിന്നെ 2 ദിവസമാണ് ഹമ്മദ് എൻ്റെ വീട്ടിൽ നിന്നത്. അതിൽ കൂടുതൽ നിർത്തണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നെക്സ്റ്റ് ഡേ എനിക്ക് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് ടൈം ലിമിറ്റ് കാരണം അന്ന് രാത്രി തന്നെ ഞാൻ തിരിച്ച് കൊണ്ടാക്കി കേട്ടോ. അപ്പോൾ ഹമ്മദിൻ്റെ ഫസ്റ്റ് ബാച്ചിൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ എപ്പോഴും പറയും ടീച്ചറുടെ വീട്ടിൽ വരാൻ നിൽക്കണം എന്നൊക്കെ എപ്പോഴും പറയുന്നു. ഹമ്മദ് മാത്രമല്ല കേട്ടോ, അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് ഇങ്ങനെ വീട്ടിൽ വന്ന് നിൽക്കാൻ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഇതുപോലെ ഇതിന് മുമ്പ് വന്ന് നിന്നിരുന്നത്, അതൊരു അവസരം വന്നപ്പോൾ വന്ന് നിന്നതാണ്. അപ്പോൾ അത് ഒരു പ്രാവശ്യം വന്ന് നിന്നപ്പോൾ പിന്നെയും വരാനുള്ളൊരു ആഗ്രഹമൊക്കെ ആയി. അപ്പോൾ നമുക്കും വീട്ടിൽ കൊണ്ട് നിർത്തണം, ആ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ.
യെസ് കമ്മിങ്. ഹാപ്പി അല്ലേ? രണ്ടാളും ഹാപ്പി അല്ലേ? അബ്ദു ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? രണ്ടാളും ഹാപ്പി? ആ പിന്നെ നമ്മൾ വീട്ടിൽ പോകുന്നു രണ്ടുപേരും. യെസ്, കുളിക്കുന്നു, ടോയ്ലറ്റിൽ പോകുന്നു, കുളിക്കുന്നു, പിന്നെന്താണ്, ഫുഡ് കഴിക്കുന്നു, ഹമ്മദിന്റെ വീട്ടിൽ കൊണ്ടാക്കുന്നു. ഓക്കെ ഓക്കെ, കുറച്ചു നേരം കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടാക്കുന്നു. ഓക്കെ ഹാപ്പി. വെള്ളം തരാം. അപ്പൊ ഇത് ഞാനറിയാതെ രണ്ടാളും കൂടി എടുത്ത വീഡിയോ ആണ്. ഇത് കണ്ടപ്പോ എനിക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തോന്നി. ഹലോ, ഇതെന്താ വരയ്ക്കുന്നേ? വീട്. ഓക്കെ. അബ്ദു എന്താ വരയ്ക്കുന്നേ? ഒരു ടെലിവിഷൻ ഇങ്ങനെ സിനിമ ഓണാക്കണ ഇത് സിറ്റിയ, പിന്നെ റെയിൻബോ, പിന്നെ പിക്കാച്ചു. അടുത്ത പേജിലാണ് ഒരു 3D മാനി, പോക്കിമോൺ ബോള്, ഇത് 2 പെൻസില്, ഇത് നടുവില് ഇറേസർ, പെൻസിൽ ഇറേസർ. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, അപ്പൊ പോവാം നമുക്ക്. പോക്കിമോൺ ബോള്, പിന്നെ ഇങ്ങനെ റൗണ്ട് വാവ്, ഗുഡ് ഗുഡ് ഗുഡ്, വെരി ഗുഡ്, നന്നായിട്ടുണ്ട് കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. റെഡി അല്ലേ? പോവാ അഹമ്മദ്, പോവാ. റെഡി അല്ലേ? റെഡി? ഓക്കെ, യെസ്, ഹി ഈസ് റെഡി. പോവാ അല്ലേ? ഓക്കെ, വാ, എൻജോയ്. ചേടാ ബൈ 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 പറ. അപ്പോൾ ഹമദ് എല്ലാവരോടും യാത്ര പറയാണ്. ഇതിന് മുൻപ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഞങ്ങൾ ടാറ്റ പറഞ്ഞ് പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.